ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ഡിവിഷന്റെ തലവനായ മേജർ ജനറൽ അഹരോൺ ഹലീവ അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിയർക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏറ്റവും ഗുരുതരമായത്, ഏറ്റവും മോശമായത് ഇസ്രായേലിന് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. അതായത് ഇന്റലിജൻസ് മേധാവി ആകുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു വിവരം ഇസ്രായേലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. രാജിവെക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇങ്ങനെയുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7 ഫലസ്തീനിലെ വിമോചന പോരാളികൾ ഇസ്രായേലിന്റെ അകത്ത് കടന്ന് ആക്രമണം നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന ആരോപണമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ ഞാൻ രാജിവെക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ച വാർത്തയാണ് ഇസ്രായേൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നെതന്യാഹുവുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം നെതന്യാഹുവിനോട് വളരെ കാർക്കശ്യമായ രൂപത്തിൽ തന്നെ സംസാരിക്കുകയും നെതന്യാഹു പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. പക്ഷേ രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പ്രസ്താവനയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. ഇസ്രായേലിന് വലിയ ദുരന്തം ഇപ്പോൾ കഴിഞ്ഞതല്ല, അതിലേറെ വലിയ ദുരന്തം വരാനിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഇസ്രായേലിന് തെക്ക് ഭാഗത്ത് ലബനാനിലെ ഹിസ്ബുള്ളയുമായി ഓരോ ദിവസവും ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് സൈനികർ കൂടി നിൽക്കുന്ന അവരുടെ ക്യാമ്പിന് നേരെയാണ് ഇറാന്റെ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് സൈനികർക്ക്. പല സൈനികരും മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിരന്തരമായി ഇപ്പോൾ ഗസയിൽ നിന്നും മിസൈൽ ആക്രമണം വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 6 മാസം കഴിഞ്ഞ് 7 മാസം പൂർത്തിയാകുന്ന ഈ സമയത്തും ചെറിയൊരു പ്രദേശമായ ഗസയിൽ നിന്ന് അതിശക്തമായ രൂപത്തിലുള്ള സൈനിക നടപടികൾ, ഇത്രയും നീണ്ട കാലം ഇസ്രായേൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും, അത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയുടെയും അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, അതുപോലെയുള്ള ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെയൊക്കെ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗപ്പെടുത്തി ഗസ മുഴുവൻ ഉഴുതു മറിച്ചിട്ടും ഈ ഹമാസ് ഇപ്പോഴും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും സങ്കീർണമായൊരു വിഷയമായിട്ട് തന്നെയാണ് ഇസ്രായേലിന് മുന്നിലുള്ളത്. അതായത് ലബനാനിൽ ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയും അതേസമയത്ത് ഗസയിൽ നിന്ന് ഈ രൂപത്തിലുള്ള ആക്രമണങ്ങളും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളെല്ലാം ഈ ചെറു മിസൈലുകളാണെങ്കിൽ പോലും അതിനെയൊക്കെ ഇസ്രായേലിന്റെ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ചെറുക്കുക എന്ന് തന്നെ ഇസ്രായേലിന് വലിയ ഒരു ചെലവ് വരുന്ന കാര്യമാണ്. ഇപ്പോൾ അവസാനം ഇറാന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇറാന്റെ ഒരു മിസൈൽ പോലും തടുക്കാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആകുന്ന അയൺ ഡോമിനോ അല്ലെങ്കിൽ ദാവൂദ് സ്ലിംഗിനോ ഇങ്ങനെയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിലും സാധിച്ചിട്ടില്ല എന്ന വാർത്തയാണ് വരുന്നത്. അതേസമയത്ത് അമേരിക്കയുടെ ഏജൻസ് ആണ് ഇറാന്റെ മിസൈലുകളിൽ നിന്ന് ചിലതിനെങ്കിലും തടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിട്ടില്ല. അതേസമയത്ത് ഇമാദ് തുടങ്ങിയിട്ടുള്ള മിസൈലുകളാണ്, ഇമാദ്, റിദ്വാൻ തുടങ്ങിയിട്ടുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ആ മിസൈലുകളെ ഒന്നുപോലും ഇസ്രായേലിന്റെ അയൺ ഡോമിന് തടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു ഇന്റലിജൻസ് വിവരം വളരെയധികം ഞെട്ടിക്കുന്നതാണ്. അതേസമയത്ത് അമേരിക്കയാണ് കാര്യമായി, അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റമാണ് കാര്യമായി മിസൈലുകളെ തടഞ്ഞത് എന്നാണ്. അതുപോലെ തന്നെ ഡ്രോണുകളാണെങ്കിലും അമേരിക്കയാണ് മഹാഭൂരിഭാഗം ഡ്രോണുകളെയും തടുത്തിട്ടുള്ളത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ, ഇറാനിൽ നിന്നും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായ സന്ദേശവും ഇവിടെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇറാന്റെ തിരിച്ചടിയും ആ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ, ഞെട്ടലുകൾ, ഇതിനിടയിലാണ് ഈ ഇന്റലിജൻസ് മേധാവി രാജിവെക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ള് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.